ഹലോ ഗേയ്സ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ഒഫീഷ്യൽ കാസ്റ്റർ ആയിട്ടുള്ള സ്പീറോ ഗ്ലോബലി സ്പോർട്സിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ സ്പീറോ ഗ്ലോബലി സ്പോർട്സ് ഒന്നും ലെഫ്റ്റ് ആയിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഓർഗിലേക്ക് ജോയിൻ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് SATലിന് ശേഷം ഗോളിലേക്കും അവരുടെ പുതിയ CODM ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആൾറെഡി ഉണ്ടായിരുന്ന പ്ലേയേഴ്സിൻ്റെ കൂടെ 2 പ്ലേയേഴ്സിനും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 2025 CODM ലൈനപ്പിനെ ഗോളിലേക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 20 ചൈനയിൽ വെച്ചിട്ടുള്ള ആനുവന്റ് നടക്കാനിരിക്കുന്നുണ്ട്. അവിടെ SA12 വേഴ്സസ് ഗോളിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബാക്കി ഇന്റർനാഷണൽ ടീമുകളുടെ കൂടെ. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGAS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ റൗണ്ട് 3 ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 3യുടെയും ഗ്രൂപ്പ് 4യുടെയും മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് 3യിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബേണക്സ് ഒഫീഷ്യൽസിന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമായിക്കൊണ്ട് ടോട്ടൽ 46 പോയിന്റോട്ട് A1 പൊസിഷനിലാണ് ബേണക്സ് ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് നമ്മളെ ക്ലച്ച് ഗോൾഡിന്റെ ഒക്കെ ടീമായുള്ള ഗുജറാത്ത് ടൈഗേഴ്സ് നിൽക്കുന്നുണ്ട്. ഒരു ചിക്കൻ ഡിന്നറോടുകൂടി 41 പോയിന്റാണ് അവരും സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ മലയാളി ടീമായുള്ള RNB 9 പോയിന്റായിട്ട് 13ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു പെർഫോമൻസിന്റെ ആവശ്യകത ഉണ്ട്. എന്നാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് RNBക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു ലെവലുള്ള പെർഫോമൻസ് RNB കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് 4ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ARC നൈറ്റ് 3 മാച്ചുകൾ 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 46 പോയിന്റായിട്ട് ആ ഒരു ടോപ്പ് പൊസിഷനിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് യൂണിവേഴ്സ് അവൻ നിൽക്കുന്നുണ്ട് 29 പോയിന്റായിട്ട്. തേർഡ് നമ്മളെ മല്ലു ഓർഗായുള്ള റോയൽ എംപയർ ആണ് നിൽക്കുന്നത് 25 പോയിന്റായിട്ട്. മലയാളി പ്ലേയേഴ്സ് അല്ല ഇതിൽ കളിക്കുന്നത്, മലയാളി ഓർഗാണ് ഈ ഒരു ടീം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു ടീം എന്തായാലും അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് റൗണ്ട് 4ലേക്ക് എത്തുന്നു. ആൾറെഡി നല്ലൊരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. റൗണ്ട് 2ലാണെങ്കിലും ഇവരുടെ മാച്ചുകൾ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്തായാലും റൗണ്ട് 4ലേക്ക് ഈ ഒരു ടീം ക്വാളിഫൈ ആവുന്ന ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ് വെറും 4 ടീമുകളുടെ മത്സരങ്ങൾ മാത്രമാണ് നമുക്ക് ലൈവ് സ്ട്രീം ആയിട്ട് കാണാനായിട്ട് സാധിക്കുക. ബാക്കി 12 ഗ്രൂപ്പുകളുടെയും മത്സരം ഓഫ് സ്ട്രീം ആയിട്ടാണ് നടക്കുന്നത്. ഒരുപാട് മലയാളി ടീമുകൾ ആ ഒരു ഓഫ് സ്ട്രീം മാച്ചുകൾ മത്സരിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ഒരുപാട് ഹാക്കേഴ്സിനെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ എടുത്തു പറയേണ്ട ഗ്രൂപ്പ് 14 ഇതാ ഒരു പ്ലെയർ അവിടെ മാച്ച് കളിക്കുമ്പോൾ തന്നെ ലൈവ് ബാൻ ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഷ്യൻ റൈവൽസ് എന്ന് പറഞ്ഞ ടീമിലെ ഒരു പ്ലെയറാണ് ബാൻ ആയിട്ടുണ്ടായി. ഈ ഒരു ടീം റൗണ്ട് 2ൽ ലൈവ് ആയിട്ട് മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ അവരുടെ മാച്ചുകൾ ലൈവ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ അവർ സെക്കൻഡ് പൊസിഷനിലും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഒരു ടീമിനെതിരെ സസ്പീഷ്യസ് ആയിട്ട് ക്ലിപ്പുകളോ സസ്പീഷ്യസ് ആയിട്ട് ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇതാ റൗണ്ട് 3ലേക്ക് വന്നപ്പോൾ ആ ഒരു ടീമിലെ പ്ലെയർ ബാൻ ആയി പോയിട്ടുണ്ട്. ഇനിയും എത്രത്തോളം ഹാക്കേഴ്സ് ഇതിലുണ്ടെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം റൗണ്ട് 2ൽ ആൾറെഡി കുറച്ച് ഹാക്കേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഡിസ്ക്വാളിഫൈയും ബാനും ചെയ്തതാണ്. എന്നിട്ടാണ് റൗണ്ട് 3ൽ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രൂപ്പ് 14 ഇങ്ങനെ ഒരു പ്ലെയർ ബാനായി ബാക്കിയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ക്ലിപ്പുകൾ POVകൾ ഡെത്ത് റിപ്പിളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി റൗണ്ട് 3ലും ഒരുപാട് ടീമുകൾ ബാൻ ആവാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും നമ്മളെ മലയാളി ടീമുകൾക്ക് ഈ ഒരു ഹാക്കേഴ്സ് കാരണം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. മലയാളി ടീമുകളൊക്കെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവട്ടെ. കാരണം റൗണ്ട് 4 ആണ് ക്രൂഷ്യൽ റൗണ്ട് എന്ന് പറയുന്നത്. അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നല്ല പെർഫോം ചെയ്താൽ പിന്നെ നമുക്ക് നല്ലൊരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റൗണ്ട് ഭയങ്കര ക്രൂഷ്യലായിരിക്കും. അവിടെ അത്യാവശ്യം നല്ല മലയാളി ടീമുകൾ എത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പം ഇന്ന് റൗണ്ട് 3യുടെ ലാസ്റ്റ് ഡേ ആണ് വരുന്നത്. ഗ്രൂപ്പ് 3യുടെയും ഗ്രൂപ്പ് 4യുടെയും ലാസ്റ്റ് മത്സരങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നോർഡിൻ ഗെയിമിംഗ് കണ്ടക്ട് ചെയ്യുന്ന വാലറന്റ് ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ സ്പ്ലിറ്റ് 1 1 കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ഡേ 5 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ആസ്ട്രോയിക്കിനെ ബെസ്റ്റ് ഓഫ് 3യിൽ 2-0ക്ക് RNTX തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു ഫസ്റ്റ് മാച്ച് RNTX വിൻ ചെയ്തു. ആൻഡ് സെക്കൻഡ് മാച്ചിൽ VLT ഒറാങ്കുട്ടാനെ തോൽപ്പിച്ചു 2-0. ബെസ്റ്റ് ഓഫ് 3 മാച്ചിൽ 2-0 VLT ഒറാങ്കുട്ടാനെ തോൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഡേ 5 അവസാനിച്ചപ്പോൾ കളിച്ച 3 മാച്ചുകളും ജയിച്ചുകൊണ്ട് വെലോസിറ്റിയാണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത് 32 പോയിന്റായിട്ട്. സെക്കൻഡ് RNTX നിൽക്കുന്നുണ്ട്. അവരും കളിച്ച 3 മാച്ചും വിൻ ചെയ്തുകൊണ്ട് 26 പോയിന്റായിട്ടാണ് ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മളുടെ ഗ്ലോബലി സ്പോർട്സ് അക്കാദമി വേഴ്സസ് SA12 മത്സരവും ഒറാങ്കുട്ടൻ വേഴ്സസ് റെക്കനിങ് മാച്ചും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വാലറന്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു മാച്ചുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.